എൻ്റെ പേര് മുരളി ജയൻ. നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട മനുഷ്യനായി നടന്ന ശ്രീ ജയന്റെ മകനാണ്. ഇവരെല്ലാവരും എൻ്റെ ഒരു വലിയ വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു നിസ്സാരമായ ഒരു വിഷയം. ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മ എന്നെ ചൂണ്ടിക്കാണിച്ച ഒരു മനുഷ്യൻ, എൻ്റെ അച്ഛൻ. ഇന്നലെയോ മെനഞ്ഞാന്നോ എൻ്റെ അമ്മ പറഞ്ഞതല്ല, എൻ്റെ കുഞ്ഞ് മുതൽ, അതായത് ഓർമ്മ വെക്ക് നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ ഇതെല്ലാം പ്രകൃതി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആ കാലം തൊട്ട് ഓരോ വെള്ളിയാഴ്ചയും എൻ്റെ അച്ഛൻ്റെ ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോഴും എൻ്റെ അമ്മ അന്ന് ആ വെള്ളിയാഴ്ച എന്നെ കൊണ്ട് കാണിക്കും, മോൻ്റെ അച്ഛൻ്റെ പുതിയ സിനിമ വന്ന് ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ആ കുഞ്ഞിനെ കാര്യം അദ്ദേഹം നാട്ടിലില്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് 1980 എൻ്റെ വീട്ടിനടുത്ത് ഷൂട്ടിംഗ് നടക്കുന്ന മീൻ എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഞാനൊരു അമ്മയായിട്ടൊരു കടയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു അംബാസിഡർ കാറിനകത്ത് വരുന്നു, പുറകിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇരിക്കുന്നു. അപ്പം ഞങ്ങളുടെ മുക്കിലുള്ള അമ്മച്ചൂട് കച്ചേരി കൊല്ലം ജില്ലയിൽ അവിടെ ഉള്ള ഒരു അംബാസിഡർ കാറിലാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമ്മയെ വിളിച്ച് പറഞ്ഞു, മോനെ ദ്വാബ്രദ്ര നിന്റെ അച്ഛൻ നോക്കിയെന്ന് ഞാൻ ചൂണ്ടി കാണിച്ച് ഞാൻ നോക്കിക്കൊണ്ട് വളരെ സുന്ദരനായ ഒരു നല്ല വെളുത്ത, ഒരുപക്ഷെ മേക്കപ്പ് ഒക്കെ ആയിരിക്കാം, വളരെ മനോഹരനായ ഒരു മനുഷ്യൻ കൈയും കെട്ടി പുറകിലിരിക്കുന്നത്. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് അതേ സിനിമയുടെ എൻ്റെ മറ്റൊരു ഷൂട്ടിംഗ് വളരെ കണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് കുറച്ച് നേരം കണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ അച്ഛനെ ഞാൻ വ്യക്തിയുള്ള ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. പക്ഷേ ആ മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വന്ന് കാണിച്ചതല്ല, എൻ്റെ അച്ഛൻ വീട്ടുകാരെ എന്നെ വെല്ലുവിളിച്ചു. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മകനില്ല, ആരെങ്കിലും മകനാണോ ഭാര്യയാണെന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നത്തിന്റെ കാര്യം ആരെന്തു പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും. ഒരു ശകലം പോലും ഞാൻ പിന്നോട്ട് മാറത്തില്ല. കാര്യം ഞാൻ വളർന്ന രീതിക്കും അങ്ങനെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനാണ് ജയന്റെ മകൻ, എനിക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാൻ വന്നാൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ അച്ഛൻ വീട്ടുകാരെ 4 വഴിക്കും. ഇപ്പൊ അച്ഛനുമായിട്ട് ബന്ധമില്ലാത്ത, ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ ആളുകൾ സോഷ്യൽ മീഡിയ വഴി എന്നെ എടുത്തിട്ട് ശരിക്കും അലക്കുന്നുണ്ട് വേണ്ടത്. പക്ഷെ അതെല്ലാം കണ്ടാണ് ഈ സിനിമയിൽ എനിക്ക് വലിയൊരു വേഷം തന്നത്, നല്ലൊരു വേഷം തന്നത്. ഒരുപാട് നന്ദി. ഒരുപാട് നല്ല നല്ല സുന്ദരികളായ നടിമാരെയൊക്കെ കണ്ട് അവരോടൊക്കെ വേഷം ചെയ്യാൻ പറ്റി. കഴിഞ്ഞ രമ്യ പണിക്കർ ആ മോളൊക്കെ ആ ഒരു ലാസ്റ്റ് സീനകത്ത് നേരം വെളുക്കുന്ന, രാത്രി തുടങ്ങിയ ഫൈറ്റ് സീനാണ്, നേരം വെളുക്കുന്നിടന്ന ഫൈറ്റ് ആയിരുന്നു. ആ മോളൊക്കെ ഉറക്കൊഴിഞ്ഞ് എല്ലാവരും നിൽക്കും. ഞാനും നോക്കി ശകലം പോലും ഉറങ്ങാതെ എല്ലാവരും ഇന്ന് വളരെ മനോഹരമാക്കി ഈ സിനിമ ചെയ്തു. എല്ലാവരും കാണണം. നിങ്ങളും എന്നെയും നിങ്ങളോടൊപ്പം കൂട്ടണം. ചെറിയ സിനിമയൊക്കെ തന്നെ എന്നെയും ഒന്ന് വേറെ ഒന്നുമില്ല, ആഗ്രഹവും പണമോ മറ്റു പ്രശസ്തിയൊന്നുമല്ല. അച്ഛൻ്റെ പേര് എനിക്ക് എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കൃഷ്ണൻ നായർ എന്ന് എഴുതി ചേർക്കണം. അല്ലാതെ സ്വത്തോ മറ്റു കാര്യങ്ങളില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനിയിപ്പം അടുത്ത ഫൈറ്റ് സീനകത്തും എനിക്ക് ഫൈറ്റ് തന്നാൽ എന്തും ചെയ്യും. ഒരു ശകലം പോലും പേടിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഞാൻ വളർന്നത് തെരുവിൽ കടന്നു വളർന്ന വ്യക്തിയാണ്. എല്ലാ പണികളും ചെയ്തുകൊണ്ട് എന്ത് വേഷവും ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് എന്നെയും നിങ്ങളോടൊപ്പം കൂടണമെന്ന് താഴ്മയായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഷൂട്ടിനുള്ള എല്ലാ മീഡിയസിനോടും ഇതിനോട് പങ്കെടുത്ത എല്ലാ വ്യക്തികളോടും, പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ എനിക്ക് ഓർമ്മ നിൽക്കില്ല, പുതിയതായിട്ട് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും